ABC ന്യൂസിന്റെ മണ്ഡല പര്യടനം ഇന്ന് ഹൈറേഞ്ച് കയറിയിരിക്കുന്നു. ഹൈറേഞ്ചിലെ ഉടുമ്പൻചോല മണ്ഡലത്തിലാണ് ഇന്നത്തെ പര്യടനം ചെന്ന് നിൽക്കുന്നത്. ഉടുമ്പൻചോല നമുക്കറിയാവുന്ന പോലെ ഇടുക്കി ജില്ലയിലാണിപ്പോൾ. ആ മണ്ഡലം ഇന്ന് അറിയപ്പെടുന്നത് മണിയാശാന്റെ പേരിലാണ്. പല കാരണങ്ങളാൽ വിഖ്യാതനായ, കുപ്രസിദ്ധിയും സുപ്രസിദ്ധിയും ഒക്കെ നേടിക്കഴിഞ്ഞ കേരളത്തിൻ്റെ മുൻമന്ത്രി, സീനിയറായ CPM നേതാവ് മണിയാശാന്റെ MM മണിയുടെ മണ്ഡലമാണ് ഉടുമ്പൻചോല. ഉടുമ്പൻചോലയിലെ കണക്കുകൾ, ഉടുമ്പൻചോലയുടെ രാഷ്ട്രീയ സവിശേഷതകൾ തീർച്ചയായിട്ടും ഹൈറേഞ്ചാണ്, തോട്ടം തൊഴിലാളികളുടെ മണ്ഡലമാണ്, നമ്മുടെ സഖ്യപർവ്വത മേഖലയിലെ സുപ്രധാനമായൊരു മണ്ഡലമാണ്. അതിൻ്റെ എല്ലാ പ്രത്യേകതകളും, അതിൻ്റെ ഗുണവും ദോഷവും ഒക്കെയുള്ള മണ്ഡലമാണ്. തമിഴ്നാടുമായി നീണ്ട അതിർത്തി, തീർച്ചയായിട്ടും തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്നു. ധാരാളം തമിഴ് വോട്ടർമാരുള്ള മണ്ഡലമാണ്. അപ്പോൾ ആ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ തീർച്ചയായിട്ടും ഞങ്ങൾ വിശകലനം ചെയ്യാൻ പോകുന്നു. ഉടുമ്പൻചോലയുടെ പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത്, കേരളത്തിലെ മുഖ്യധാര പാർട്ടികൾ ഒക്കെ ജയിച്ച മണ്ഡലമാണ്. എനിക്ക് തോന്നുന്നു ഇടുക്കി ജില്ല വരുന്നത് 72-ലാണ് അല്ലേ? ഈ മണ്ഡലം പക്ഷേ അതിന് മുമ്പേ ഉണ്ട്. 65 കോട്ടയത്തിൻ്റെ ഒക്കെ ഭാഗമായിരിക്കുന്ന കാലത്തും 1965 തൊട്ട് ഉടുമ്പൻചോല മണ്ഡലമുണ്ട്. 14 തെരഞ്ഞെടുപ്പുകളാണ് ഇതുവരെ നടന്നത്. കേരളത്തിലെ രണ്ട് മുന്നണികളിലെയും CPI എന്ന പാർട്ടിയാണ് ആദ്യം ജയിച്ചത്. CPI ആണ്. CPIയും CPMും ജയിച്ച മണ്ഡലമാണ്. ഇപ്പോൾ CPM ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. കോൺഗ്രസും കേരള കോൺഗ്രസും ജയിച്ച മണ്ഡലമാണ്. ആ 4 പാർട്ടികൾ മാത്രമേ ആ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് മുഖ്യധാരാ പാർട്ടികളുടെ മണ്ഡലം എന്ന് പറയാം. എന്നാൽ പ്രാദേശികമായ ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് ശക്തികളും ദൗർബല്യങ്ങളും ഒക്കെയുള്ള മണ്ഡലമാണ്. ഉടുമ്പൻചോലയെക്കുറിച്ച് രാജേന്ദ്രൻ സാറ് എന്താണ് അങ്ങയുടെ ഏറ്റവും ഏതാണ്ട് അടുത്തുള്ള മണ്ഡലമല്ലേ? നമുക്ക് ഈ രാഷ്ട്രീയത്തിന്റെ ചൂടിലേക്ക് പോകും മുമ്പ് അതിന്റെ കാലാവസ്ഥയുടെ ഒരു പ്രത്യേകത പറയും. കേരളത്തിലെ സ്വിറ്റ്സർലൻഡ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഫാനിന്റെ ആവശ്യമില്ല. ജർമ്മനിയിലൊക്കെ ഫാൻ ഇടാറില്ല വീട്ടിൽ. അതുപോലെ AC-യുടെ തണുപ്പാണ് ഈ നട്ടുച്ചയ്ക്കും. അങ്ങനെയുള്ള അപൂർവം പ്രദേശങ്ങളെ ഉള്ളൂ ഇപ്പോൾ കേരളത്തിൽ. അങ്ങനെ ഒന്നാണ് ഉടുമ്പൻചോല. അങ്ങനെയുള്ളൊരു പ്രദേശത്ത് എങ്ങനെ ഈ CPIയും CPMും വന്നു? കുടിയേറ്റ കർഷകരുടെ നാടാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഈ കുടിയേറ്റ കർഷകരുടെ നാട്ടിൽ എങ്ങനെ CPI വന്നു എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്താം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാഷ് പറഞ്ഞതിൽ ഈ CPI വന്നിരിക്കുന്ന അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഐക്യവും ഉണ്ടായിരുന്ന കാലത്താണ്. അതിനുശേഷം കേരള കോൺഗ്രസിലേക്ക് ഈ മണ്ഡലം പോവുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നതിന് ശേഷം ആദ്യത്തെ 2 തെരഞ്ഞെടുപ്പിൽ CPI തന്നെയാണ് ജയിച്ചത്. എന്ന് വെച്ചാൽ ആ മണ്ഡലം CPIയുടെ കൂടെ അവർ തമ്മിലുള്ള മുന്നണി ഉണ്ടല്ലോ, നിലനിൽക്കുന്ന സമയമാണല്ലോ. CPIയുമായിട്ടുള്ള മുന്നണി നിലനിൽക്കുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് കേരള കോൺഗ്രസ് വിഭജിച്ചതോടുകൂടി 2 മുന്നണി ആയതോടുകൂടി കേരള കോൺഗ്രസ് പിടിച്ചുകൊണ്ട് പോയി. പിന്നെ അവസാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ IM അഗസ്തിൻ വന്നു. പിന്നെ KK ജയചന്ദ്രൻ CPMന്റെ പിടിച്ചെടുത്തു. മണ്ഡലം പിടിച്ചെടുത്തു കേരള കോൺഗ്രസ് പിടിച്ചെടുത്തു. പിന്നെ മണ്ഡലം അത് കഴിഞ്ഞപ്പോൾ അതാണ് മണിയാശാനിലേക്ക് അത് വന്നിരിക്കുന്നത്. മണിയാശാന്റെ സരസ സംഭാഷണം ഈ ഉടുമ്പൻചോല മണ്ഡലത്തിൽ നിന്ന് വരുന്നതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ വരാൻ കാരണം, അതുപോലെ തമിഴ്നാട്ടുകാർ കറക്റ്റായിട്ട് പറഞ്ഞു എങ്ങനെ വന്നു എന്നുള്ളതും കൂടെ നമ്മളൊന്ന് ആലോചിക്കണം. തോട്ടം മേഖലകൾ ഇഷ്ടം പോലെ, കയ്യേറ്റത്തിൻ്റെ ഫലമായി അവിടെ ഉണ്ടായ തോട്ടം മേഖലകളാണ്. ആ തോട്ടം മേഖലകളിൽ വമ്പിച്ച വരുമാനവും ലാഭവുമായിരുന്നു. സായിപ്പ് തുടങ്ങി വെച്ചതാണത്. വമ്പിച്ച വരുമാനവും ലാഭവും എസ്റ്റേറ്റ് തൊഴിലാളികളായിട്ട് ഒരുപാട് പേര് വന്നു. ഈ തൊഴിലാളികളാണ് തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറിയും ഏറെ പേരും. അങ്ങനെ വന്നതിൻ്റെ ഫലമായിട്ട് അവർക്കിടയിലേക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേരുകൾ ആഴ്ന്നിറങ്ങി. അതിപ്പോഴും കുറേയൊക്കെ നിലനിൽപ്പുണ്ട്. AITUC നേതാവായിട്ടുള്ള CA കുര്യനുമൊക്കെ നല്ല ഫലപ്രദമായിട്ട് കമ്മ്യൂണിസ്റ്റ് പോഷണം നടത്തിയ ഒരു മേഖല കൂടിയാണ്. സാറ് പക്ഷെ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇപ്പോഴും വേരുണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ട കാരണം, ഭൂപരിഷ്കരണം വന്നപ്പോൾ നിഷ്കരുണമായിട്ട് മാറ്റി നിർത്തപ്പെട്ട ഒരു മേഖലയാണ് തോട്ടം മേഖല. തോട്ടം മേഖലയിൽ ഭൂപരിഷ്കരണം വന്നില്ല. ഇപ്പോഴും ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ തന്നെ, പ്രധാന സർക്കാർ ഓഫീസുകൾ പോലും ടാറ്റക്കും ഒക്കെ വാടക കൊടുക്കേണ്ട അവസ്ഥയാണ്. എന്ന് വെച്ചാൽ സർക്കാർ ഓഫീസുകൾക്ക് പോലും സ്ഥലം കിട്ടണമെങ്കിൽ കുത്തക മുതലാളിമാരുടെ ആണ് എന്നുള്ളതാണ് അവിടുത്തെ അവസ്ഥ. എന്നിട്ടും ഈ തൊഴിലാളികളെ സംഘടിപ്പിച്ച് നിർത്തി എന്ന ഒറ്റ കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു സുരക്ഷാ കവചം തീർത്തു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. വളരെ കഷ്ടമാണ് സാറേ. പട്ടിണി വിളയുന്ന തോട്ടങ്ങളാണ് ഇപ്പോഴുള്ളത്. കാരണം ലാഭം നഷ്ടപ്പെട്ടതോടെ മുതലാളിമാർ വിട്ടിട്ട് പോയി. ലയങ്ങളിൽ വെറും മൃഗങ്ങളെപ്പോലെ കഴിയുകയാണ് അവിടെ തൊഴിലാളി. വളരെ കഷ്ടമുള്ളൊരു സ്ഥിതിയാണ്. പട്ടിണി വിളയുന്ന തോട്ടം മേഖല, വേറൊന്നുമില്ല. അതുപോലെ അതാരും തിരിഞ്ഞു നോക്കുന്നില്ല. തീർച്ചയായിട്ടും അത്തരം ഒരുപാട് പ്രത്യേകതകളിലേക്ക് ഉടുമ്പൻചോല നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലെ ഉടുമ്പൻചോലയുടെ വോട്ടിംഗ് എങ്ങനെയാണ്? അത് 2019 വരുമ്പോൾ 49.8 ആണ് UDF ലഭിച്ച വോട്ടിംഗ് പെർസെന്റേജ്. 63,550 പകുതിയോളം അവർക്ക് പിന്നെ കിട്ടിയിരിക്കുന്നു. അത്
LDF കിട്ടിയിരിക്കുന്നത് 40 കിട്ടിയിരിക്കുന്നത്, 40% 10% കുറവാണ്, ഏതാണ്ട് 10%. NDAക്ക് 8.5 ആണ് 2019 കിട്ടിയിരിക്കുന്നത്. 24 വരുമ്പോൾ 45%. UDFന് ലേശം വീണ്ടും ഇവിടെ കുറവ് വന്നു. LDFന് വീണ്ടും 40 നിന്ന് 39.8 വരികയാണ് LDF. ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും ഡീനാണോ സ്ഥാനാർത്ഥി? ഡീൻ കുര്യാക്കോസ് ആണ് സ്ഥാനാർത്ഥി. NDAക്ക് 8.5 നിന്ന് NDA 12.3 മാറുകയാണ് ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ 45 NDAക്ക് വോട്ട് ഷെയർ കൂടി. അതായത് 19ലും 24ലും 49 UDFന് ഉണ്ടായിരുന്നത് 45 കുറയുന്നു, LDFനും കുറയുന്നു. 40 ഉണ്ടായിരുന്നു 39 ആവുന്നു. പക്ഷേ 8.5% ഉണ്ടായിരുന്ന NDAക്ക് അത് 12.3 ആക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് മാത്രമാണ് ആ വോട്ട് ഷെയറിൽ ലേശം വർധന ഉണ്ടായത്. ഇതാണ് അവിടുത്തെ ഒരു സാഹചര്യം. ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് ആണ്. ഇനി ഒരു കാര്യം കൂടെ ചേർക്കുമ്പോൾ NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ BDJS നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ വ്യത്യാസം. വേറൊരു പ്രത്യേകത ഉടുമ്പൻചോല മണ്ഡലത്തിൽ കാണാൻ പറ്റിയത്, ഉടുമ്പൻചോല മണ്ഡലം ഒരു പക്ഷേ കേരളത്തിലെ CPMനകത്തെ വിഭാഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാള ഭൂമിയായിരുന്നു. അത് കാണാനുണ്ട്. എവിടെയെന്നറിയോ? മണിയാശാൻ മത്സരിച്ച 2 തെരഞ്ഞെടുപ്പുകളിൽ, 2016ലും 2021ലും. 2016 നമുക്ക് ഓർമ്മയുണ്ടല്ലോ, VS അച്യുതാനന്ദന്റെ കാലത്ത് അവിടെ നടന്ന ഈ കയ്യേറ്റം, ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കാൻ വേണ്ടി VS എടുത്ത മുൻകൈയുണ്ട്. അതിനെതിരായി നിന്നയാളാണ് മണിയാശാൻ. പക്ഷെ ജനങ്ങൾ കൃത്യമായ കണക്ക് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോട്. അത് മണിയാശാൻ പഠിച്ചിട്ടുണ്ടോ, അതല്ല മണിയാശാന്റെ ആ നിലപാടിനെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് പിന്നീട് പിണറായി നടത്തിയ മുന്നേറ്റമാണോ ജയിച്ചത് എന്ന് പഠിച്ചിട്ടില്ല, പാർട്ടി തന്നെ പഠിച്ചിട്ടില്ല. അതാണ് തീർച്ചയായിട്ടും. അപ്പൊ ഇതിൽ വ്യത്യാസം കാണുന്നതെന്ന് വെച്ചാൽ 2016 തെരഞ്ഞെടുപ്പിൽ MM മണിക്ക് കിട്ടിയത് കേവലം കഷ്ടിച്ച് രക്ഷപ്പെട്ടത് 1000 വോട്ടിന്, വെറും 1000 വോട്ടിന്. പക്ഷേ പിന്നെ കാണുന്ന അത്ഭുതകരമായ ഒരു മാറ്റം, ആ മണ്ഡലം മൊത്തത്തിൽ മണിയാശാൻ പിടിക്കുന്നതാണ്. അടുത്ത തെരഞ്ഞെടുപ്പിലെ ലീഡ് എത്രയെന്നറിയോ? കേരളത്തിലെ തന്നെ വമ്പിച്ച ലീഡുകളിലൊന്നായിരുന്നത് 38,305 വോട്ടിന്റെ ലീഡിന്, വമ്പിച്ച ലീഡിന് മണിയാശാൻ ജയിക്കുന്ന ഒരു സാഹചര്യം അവിടെ വന്നു. അത് CPMനകത്തെ ഒരു ഗ്രൂപ്പ് സമവാക്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അട്ടിമറി കൂടിയായിരുന്നു അത് എന്ന് വേണം കരുതാൻ. ഒരു മാറ്റം അതാവാനാണ് സാധ്യത. മന്ത്രി അതിന് ശേഷമുള്ളതല്ലേ ഈ രണ്ടാമത്തെ ഭൂരിപക്ഷം? അതാണ് എനിക്കറിയാം. ഞങ്ങൾ തമ്മിൽ വളരെ ക്ലോസ് ആയിട്ട് തിരുവനന്തപുരത്ത് അറിയാമല്ലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ലൈഫ്. ഹോസ്റ്റൽ മുറിയിൽ ആരെ വേണമെങ്കിലും, മണിയാശാൻ ആ സിമ്പിൾ ആയിട്ടുള്ള ഹോസ്റ്റൽ മുറിയിൽ ആരെ വേണമെങ്കിലും താമസിക്കും. ഒരു മന്ത്രിയാണെന്നുള്ള ഭാവവും പകട്ടും ഇല്ലാതെ ഒരുപാട് പേരെ ആ കാലത്ത് മന്ത്രിയാവുമ്പോൾ പറ്റുമല്ലോ, പലതരത്തിൽ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ആ മന്ത്രിയായിട്ട് തന്നെ വീണ്ടും വരും. വായുമൊക്കെ ഒന്ന് നിയന്ത്രിച്ചാൽ നന്നായിരുന്നു. അദ്ദേഹത്തിന് ബ്രേക്കും ബെല്ലും ഒന്നുമില്ല. പക്ഷെ മന്ത്രി എന്നുള്ള നിലയിൽ മനുഷ്യസ്നേഹിയാണ്. അത് ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. പറയുന്നതൊക്കെ ഇങ്ങനെ മനുഷ്യസ്നേഹി എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ആധുനികമായ ഒരു ജനാധിപത്യ സങ്കല്പം വെച്ചിട്ട് അത് പറ്റില്ല. പാർട്ടിക്ക് വേണ്ടി കൊല്ലും കൊലയും 1, 2, 3 ഞങ്ങൾ കൊന്നിട്ടുണ്ട് ഇനിയും കൊല്ലും എന്ന് പറയുന്ന ഒരു മനുഷ്യസ്നേഹമാണത്. അത് പാർട്ടി പുറത്തു പറയാത്ത ഒരു കാര്യം. അത് ചെയ്യുന്ന പാർട്ടിയാണ് തന്നെ. അദ്ദേഹം 4ാം ക്ലാസ് വരെ അങ്ങന്റെ വിദ്യാഭ്യാസം ആ ഒരു വലിയ ഡിഗ്രി ഒന്നും തീർച്ചയായിട്ടും അത് പഴയ രാഷ്ട്രീയക്കാർക്ക് വിദ്യാഭ്യാസം ഒരു ഇഷ്യൂ അല്ല. പിണറായി പോളിഷ്ഡ് ലാംഗ്വേജിൽ സംസാരിക്കാൻ അദ്ദേഹത്തിന് അറിയില്ല എന്ന് പിണറായി അന്ന് മറുപടി പറഞ്ഞിട്ടുമുണ്ട്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ഭാഷ മാത്രമേ ഉള്ളൂ. അല്ല, അത് പിന്നെ ഭാഷ പറഞ്ഞതുപോലെ നാടോടി വഴക്കം നമുക്ക് അല്ല, ഞാനൊരു സാധാരണക്കാരനായിരിക്കും, നാടൻ ശൈലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നിരിക്കാം. നമ്മുടെ മറ്റ് ചില പദവികളിലേക്ക് വരുമ്പോൾ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതായ, നമുക്ക് ഉണ്ടാവേണ്ടതായ മാറ്റമുണ്ടല്ലോ. ആ മാറ്റം അതേപടി മണിയാശാനിൽ വന്ന് കണ്ടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എങ്കിൽ പോലും അദ്ദേഹത്തിന് അവസാനം വലിയൊരു ഭൂരിപക്ഷമാണ് കിട്ടുന്നത്. ഇക്കുറി മണിയാശാൻ 80+ ആയിരിക്കുന്നു. ആരോഗ്യം പിന്നെ അദ്ദേഹം തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നുവെങ്കിലും അത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിന് പ്രായമായിരിക്കുന്നു എന്നുള്ളത്. ഓക്കെ, എന്തായാലും ഈ തെരഞ്ഞെടുപ്പുകളിൽ എന്തായാലും ഇപ്പോൾ മൊത്തം എടുക്കുമ്പോൾ 65 തൊട്ടുള്ള അവിടുത്തെ MLA-മാരിൽ എനിക്ക് തോന്നുന്നു 3 തവണ, ഇപ്പൊ ഈ മണിയാശാനെ പോലെ 3 തവണ വന്നത് KK ജയേന്ദ്രൻ മാത്രമാണ് അല്ലേ? അതിനു മുമ്പ് KT ജേക്കബ് CPI നേതാവ് 2 വട്ടം, പിന്നെ VT സെബാസ്റ്റ്യൻ 1 വട്ടം, തോമസ് ജോസഫ് 2 വട്ടം, M ജിനദേവൻ 1 വട്ടം, മാത്യു സ്റ്റീഫൻ 1 വട്ടം, കേരള കോൺഗ്രസിലേക്ക് വന്നപ്പോൾ മാത്യു സ്റ്റീഫൻ 1 വട്ടം, പിന്നെ EM അഗസ്തി 2 വട്ടം അവിടുന്ന് ജയിച്ചതാണ്. പിന്നെ KK ജയേന്ദ്രനാണ് 3 വട്ടം. അവസാനത്തെ 2 തെരഞ്ഞെടുപ്പിൽ മണിയാശാൻ. ഇതാണ് അവിടുത്തെ ഒരു ചിത്രം. ഒരു കാര്യം കൂടെ പറയാം. അവിടെ ഒരു മുന്നണിയാണെങ്കിലും CPM CPI തമ്മിൽ എപ്പോഴും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ജില്ല, മണ്ഡലം മാത്രമല്ല ജില്ലയാണ്. അതാണ് CPM CPI വഴക്ക് അതിരൂക്ഷമായി. ശിവരാമനും ജയചന്ദ്രനും തമ്മിലാണ് ഏറ്റവും കൂടുതൽ. ആണല്ലേ? തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് മണ്ഡലത്തിൽ. ഇപ്പൊ ഏറ്റവും ഒടുവിൽ നടന്ന രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ
പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കാണുന്നത് ഉടുമ്പൻചോലയിൽ 2016 ഈ വോട്ടുകളുടെ 2016 നിന്ന് 2021 വരുമ്പോൾ വോട്ടുകൾ വല്ലാതെ വർദ്ധിച്ചിട്ടില്ല. കേവലം 1000 വോട്ടിന്. കാരണം അവിടെ വല്ലാതെ ഈ പോക്കുവരവ് ഉണ്ടാവില്ല. 1000 വോട്ടിന്റെ സ്വാഭാവികമായ വർധന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ 2021 വരുമ്പോൾ രണ്ട് സ്ഥാനാർത്ഥിയാണ്. എം എം മണി തന്നെയാണ് രണ്ട് തരത്തിലും ജയിച്ചത്. പക്ഷേ പോളിംഗ് ശതമാനം 1% കുറഞ്ഞിട്ടും 2021 ആയപ്പോൾ എം എം മണിയുടെ വോട്ടിംഗ് നില വളരെ കൂടി. ഉദാഹരണം 2016 ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 40% എം എം മണിക്ക് കിട്ടിയത്. എന്നാൽ അത് 2021 ആയപ്പോൾ 61% വോട്ട് നേടി. എന്ന് പറഞ്ഞാൽ 22% വോട്ട് തന്നെ കൂടി. വോട്ട് ശതമാനം കൂടിയെന്ന് മാത്രമല്ല, 21% ശതമാനത്തിൽ വ്യത്യാസം വന്നു എന്ന് മാത്രമല്ല, 27,000 എണ്ണത്തിലും മൊത്തം നേടിയ വോട്ടിലും CPM വലിയ തോതിൽ നില മെച്ചപ്പെടുത്തി. അതിനേക്കാളും വലിയ അത്ഭുതമാണ് ഭൂരിപക്ഷത്തിൽ കണ്ടത്. സ്വാഭാവികമായിട്ടുള്ള ഭൂരിപക്ഷം 1000 വോട്ടിന് ജയിച്ചിരുന്ന എം എം മണി ഈ തെരഞ്ഞെടുപ്പിൽ 21 തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് 38,000 വോട്ടിനാണ്. എന്ന് വെച്ചാൽ 37,000 വോട്ട് ലീഡിൽ തന്നെ കൂടി. എവിടെ നിന്ന് വന്നു ഈ വോട്ട് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് കൃത്യമായ ഉത്തരം ഈ വോട്ടിന്റെ കണക്കുകളിൽ തന്നെയുണ്ട്. അഡ്വക്കേറ്റ് സേനാപതി വേണു അഡ്വക്കേറ്റ് സേനാപതി വേണുവാണ് 2016 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നത്. അദ്ദേഹം 49,000 വോട്ടാണ് നേടിയത്. എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ EM അഗസ്തി മത്സരിച്ചപ്പോൾ, അവിടുത്തെ പഴക്കമുള്ള ആളാണ്, എല്ലാവർക്കും പരിചയമുള്ള ആളാണ്, പരിചയസമ്പന്നനായ EM അഗസ്തി മത്സരിച്ചിട്ട് പോലും അവരുടെ വോട്ടിംഗ് ഷെയർ 10,000 വോട്ട് കുറഞ്ഞു. 49,000 നിന്ന് 39,000 കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 10,000 വോട്ട് നഗ്നമായിട്ട് കുറഞ്ഞു എന്ന് മാത്രമല്ല, അത് മണിയാശാൻ പിടിച്ചു. വേറൊന്ന് അതിനേക്കാൾ അത്ഭുതകരമായ ഒരു കാര്യമാണ്, സാർ നേരത്തെ പറഞ്ഞ വളരെ ശരിയാണ്, അവിടുത്തെ NDA സ്ഥാനാർത്ഥി എപ്പോഴും BDJS ആണ്. ഇനി BDJS ആയിട്ട് പോലും അവരുടെ നിലനിർത്താനും സാധിച്ചിട്ടില്ല. കാരണം 2016 തെരഞ്ഞെടുപ്പിൽ BDJSന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിയമസഭയിലേക്ക് മത്സരിച്ചത് സജി പറമ്പത്താണ്. അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് 21,799 എന്ന് പറഞ്ഞാൽ NDAയുടെ ഒരു പാനൽ വോട്ട്, ഒരു 22,000 വോട്ട് അവിടെ പ്രതീക്ഷിക്കാവുന്നതാണ് അന്ന്. പക്ഷേ 2021 തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയത്, BDJS സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് കേവലം 7,000 വോട്ടാണ്. 15,000 വോട്ട് എവിടെ പോയി? 15,000 വോട്ട് പച്ചക്ക് മണിയാശാൻ പിടിച്ചു എന്ന് വേണം കാണാൻ. എന്ന് വെച്ചാൽ NDAയുടെ 14,000 വോട്ടും കോൺഗ്രസിന്റെ 10,000 വോട്ടും കൂടി മണിയാശാന്റെ പെട്ടിയിലേക്ക് വീണു. പിന്നെ മണിയാശാൻ മന്ത്രി എന്ന നിലയിൽ നേടിയിരിക്കുന്ന ഒരു സ്വാധീനം കൂടിയാണ് ഈ 27,000 വോട്ട് അധികം പിടിക്കാനും 38,000 വോട്ട് ലീഡോടുകൂടി ജയിക്കാനും ഇടയായത്. ഇതാണ് ചിത്രം. അവസാനമായിട്ട് സൂചിപ്പിക്കാനുള്ള ഒരു സാധ്യത ഇതാണ്. ഇനിയും മണിയാശാൻ പ്രധാനപ്പെട്ട ചോദ്യം, ഇനിയും മണിയാശാൻ മത്സരിക്കുമോ? രണ്ടാമത്തെ ചോദ്യം, ഇനി ഒരു മണിയാശാൻ മത്സരിച്ചാലുള്ള ചിത്രം എന്താകും? മണിയാശാന്റെ ഇമേജ് വർദ്ധിപ്പിച്ച ഒരു ഘടകം പിണറായി വിജയന്റെ ഗവൺമെന്റ് ആയിരുന്നെങ്കിൽ, പിണറായി വിജയന്റെ ഗവൺമെന്റിനുള്ള സകലമായ നെഗറ്റീവ് വോട്ടുകളും കൂടിയ അളവിൽ വന്നു ചേരാനിടയുള്ള ഒരാളാണ്. അത് ഏൽക്കേണ്ടി വരുന്ന ഒരാളാണ് മണിയാശാൻ. പല കാര്യം, അദ്ദേഹത്തിന്റെ വാക്കും പ്രവൃത്തിയും ഒക്കെ അതിന് കാരണമാണ്. എന്തായാലും പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPMന്റെ വ്യാപകമായ ഒരു രാഷ്ട്രീയ അടിത്തറയുള്ള ഒരു മണ്ഡലം ആ പാർട്ടിയെ കൈയൊഴിയുമോ എന്നതൊരു ചോദ്യമാണ്. BDJS എന്ന് പറയുന്ന സാധനം, NDA എന്ന് പറയുന്ന ഒരു കക്ഷി, ഇതാണ് അവരുടെ പെർഫോമൻസ് എങ്കിൽ മത്സരിച്ച് കാശ് കളയണം. ഒരു കാര്യം കൂടെ ഞാൻ പറയും, BDJSൽ നിന്ന് കുറേ വോട്ടുകൾ സേനാപതി വേണുവിന് പോയിട്ടുണ്ടാകും. ഇനി സേനാപതി വേണു പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം സമയം കഴിഞ്ഞെങ്കിൽ. അതായത് സേനാപതി വേണു പറയുന്നത് അവിടെ അദ്ദേഹത്തിന്റെ നേതാവ് പറയുന്ന പോലെ തന്നെ അവിടെ വോട്ട് ചോരി നടന്നുവെന്നാണ്. മണിയാശാൻ ഒരുപാട് കള്ള വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു, ആസൂത്രണം ചെയ്ത് അതിനെതിരെ കേസ് കൊടുത്തു. പക്ഷേ കേസ് കൊടുത്തെങ്കിലും കോടതി തെളിവുകൾ ആവശ്യപ്പെട്ട് ആ തെളിവുകൾ കൊടുക്കുകയും ചെയ്തു. എന്നിട്ടും തനിക്ക് അനുകൂലമായി വിധി ഉണ്ടായില്ലെന്നാണ് അദ്ദേഹം നേരിട്ട് പറഞ്ഞ ഒരു വാർത്ത. ഒപ്പം ഈ അവസാന കാലത്ത് മണിയാശാന്റെ പ്രഭാവകാലത്ത് കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട അഴിമതി ആരോപണം അദ്ദേഹത്തിന്റെ അനിയൻ സമ്പാദിച്ചു കൂട്ടിയ ഭൂമിയുടെ കണക്കാണ്. അപ്പോൾ പിണറായി വിജയന്റെ ഗവൺമെന്റിനെതിരായിട്ടുള്ള ആന്റി ഇൻക്യുംബൻസിയും മണിയാശാനും കുടുംബത്തിനും എതിരായിട്ടുള്ള വിപരീത വോട്ടും എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഉടുമ്പൻചോല എന്ന മണ്ഡലം ഇടതുപക്ഷത്തിന് തന്നെ നഷ്ടപ്പെട്ടേക്കുമോ സാർ എങ്ങനെ കാണുന്നത്? ഒരിക്കലും വരില്ല. കാരണം അവിടുത്തെ ജനങ്ങൾ നോക്കുന്നത് നമ്മളെ സഹായിക്കാൻ കൂടെ നിൽക്കുന്ന ആരുണ്ട്. അങ്ങനെ കൂടെ നിൽക്കുന്ന ഒരുവനാണ് ശരിക്കും എം എം മണി എന്നുള്ളത് കൊണ്ട് ജനകീയ അടിത്തറയുണ്ട്, പാർട്ടിക്ക് കുറച്ചുണ്ട്. അതുകൂടാതെ മണി ആശാന് സ്വന്തമായിട്ടുമുണ്ട്. ഏറ്റവും ഒടുവിൽ നടന്ന ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ വ്യക്തമായ മേൽക്കോയ്മ ഇടതുപക്ഷത്തിനുണ്ട്. 61,223 വോട്ടുകൾ LDFന് ലഭിച്ചപ്പോൾ 55,594 വോട്ടുകളാണ് UDFന് ലഭിച്ചത്. 7,422 വോട്ടുകൾ മാത്രമാണ് NDA പക്ഷത്തിലേക്ക് എത്തിച്ചേർന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.